അക്കൗണ്ടിങ്ങിലെ മറ്റൊരു പ്രധാന വൗച്ചറാണ് ജേണൽ വൗച്ചർ. എമൗണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒരു സൺട്രി ഡെപ്റ്റർ നമുക്ക് കുറച്ച് പണം തരാനുണ്ട്, മറ്റൊരാൾ ഒരു സൺട്രി ക്രെഡിറ്റർ അയാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സൺട്രി ഡെപ്റ്ററുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് കൊടുക്കുന്നതിന് പകരം, ക്രെഡിറ്റർക്ക് കൊടുക്കുന്നതിന് പകരം നേരിട്ട് ഡെപ്റ്ററുടെയോട് ക്രെഡിറ്റർക്ക് കൊടുക്കാൻ പറയാം. അങ്ങനെ കൊടുക്കാൻ പറയുന്നതിന് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരുമ്പോൾ സൺട്രി ഡെപ്റ്റർ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾക്ക് തരാനുള്ള പൈസ കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാനുള്ള പൈസയും നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു JV എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമ്മൾ മുകളിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ജയരാജ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 3000 ബാലൻസ് ഉണ്ട്. നമുക്കത് കൊടുക്കേണ്ടത് മറ്റൊരാളുടെ അക്കൗണ്ടാണ്, തോമസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ തോമസിന് നമ്മൾ 5000 രൂപ കൊടുക്കാനുണ്ട്, ജയരാജ് നമുക്ക് 3000 തരാനുണ്ട്. സപ്പോസ് ഈ 3000 റുപ്പീസ് നമ്മൾ ജയരാജിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്ത് തോമസിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. നരേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നരേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തു. ഈ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ ജയരാജിൻ്റെ അക്കൗണ്ടിലെ ലെഡ്ജർ നോക്കിക്കഴിഞ്ഞാൽ ഇത് 0 ബാലൻസ് ആണ്. ജയരാജിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 3000 ഡെബിറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ചെയ്ത JV വഴി 3000 തോമസിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ അയാളുടെ ഇപ്പോഴത്തെ ബാലൻസ് 0 ആയി. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ തോമസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എടുത്താൽ തോമസ് അക്കൗണ്ടിൽ 5000 ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ആ 5000ൽ 3000 ജയരാജിന് കൊടുത്തു. ഇപ്പോൾ ഇനി ബാലൻസ് 2000 ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ജേണൽ JV. ഇതാണ് പറയുന്നത്. ജയരാജ് അക്കൗണ്ടിൽ 30,000 ക്രെഡിറ്റ് ചെയ്തു, തോമസിൻ്റെ അക്കൗണ്ടിൽ 30,000 ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ബാലൻസിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ 0 ബാലൻസാണ് ജയരാജിൻ്റേതിൽ, അതേപോലെ തോമസിൻ്റേതിൽ ബാലൻസ് 2000 ആയി മാറിയിട്ടുണ്ട്. സാധാരണ അക്കൗണ്ട് പോലെ തന്നെ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇത് അക്കൗണ്ടിങ്ങിൽ വളരെ ആവശ്യമായിട്ട് വരുന്നതാണ്. പലപ്പോഴും പല അക്കൗണ്ടുകൾ, ചില കൺട്രോൾ അക്കൗണ്ടുകളിലൊക്കെ എമൗണ്ട് മാറ്റാനും അത് തിരിച്ചു കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് ജേണൽ എൻട്രി ഉപയോഗിക്കാം.